ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവനൊരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ദൈന്യതയുടെ പാരമ്യമാണ് ഈ കാനാൻകാരിയുടെ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. അവൾ ആദ്യം പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയോട്, എൻ്റെ മകളെ സുഖപ്പെടുത്തണമേ. അവൻ ഉത്തരം പറഞ്ഞില്ല. നിശബ്ദത കൊണ്ട് അവൻ അവളെ തോൽപ്പിച്ചു കളയുകയാണ്. പിന്നീടോ അതിക്രൂരമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നായ പ്രയോഗം കൊണ്ട് അവളെ വേദനിപ്പിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാതെ മറഞ്ഞിരിക്കുന്നതായി നമുക്ക് തോന്നും. അതിലും വേദനാജനകമാണ് അടുത്ത ഘട്ടം. അതെങ്ങനെയാണ്? ദൈവം തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുന്നുവോ എന്ന് തോന്നിപ്പോകും. മനുഷ്യന്റെ വേദനയിലും തകർച്ചയിലും അത്താണിയും അഭയവുമാകേണ്ട ദൈവം തന്നെ ശത്രുപക്ഷത്ത് നിന്നാൽ നമുക്കെന്തു ചെയ്യാനാകും? അതല്ലേ ഈ കാനാൻകാരി കടന്നു പോകുന്ന നിസ്സഹായത. കാനാൻ എന്ന വാക്കിന് തീക്ഷ്ണത എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ കാനാൻകാരി തീക്ഷ്ണതക്കാരിയാണ്. അവൾ തീക്ഷ്ണതയോടെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഈ സുവിശേഷ ഭാഗം എന്നിൽ ഇത്തരമൊരു ആശയക്കുഴപ്പം, ദൈവമേ എന്തുകൊണ്ടിങ്ങനെ എന്നൊരു ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉത്തരം എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ ചികഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉത്തരം എനിക്ക് വ്യക്തമായി അറിയാം. ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. കുട്ടനാട്ടിലെ ചമ്പക്കുളമാണ് എൻ്റെ സ്വദേശം. കുട്ടനാട്ടിൽ ആണ്ടുതോറും വലിയ വെള്ളപ്പൊക്കമുണ്ടാകും. ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ കുറവാണ്. മുമ്പ് വലിയ വെള്ളപ്പൊക്കം, മലവെള്ളപ്പാച്ചിൽ നമ്മുടെ മുമ്പിലൂടെ നമ്മൾ കാണും. മലവെള്ളം വന്നിറങ്ങി കുട്ടനാട് മുഴുവൻ നിറഞ്ഞു കവിയും. ഒരു 10 വയസ്സുകാരൻ ബാലൻ അത്തരമൊരു മലവെള്ളപ്പാച്ചിലിനെ കൺമുമ്പിൽ കണ്ടു. പമ്പ നദി കരകവിഞ്ഞ് ഒഴുകുകയാണ്. ആ നദിയുടെ ഒത്ത നടുവിൽ ഒരു മനുഷ്യൻ എങ്ങനെയോ അകപ്പെട്ടു. അയാള് ഈ നദിയുടെ നടുവിൽ കിടന്ന് കൈകാലിട്ടടിച്ച് രക്ഷയ്ക്കു വേണ്ടി നിലവിളിക്കുകയാണ്. നദിക്ക് ഇരുകരയിൽ നിന്നും ആൾക്കാർ ഈ കാഴ്ച നോക്കി നിൽക്കുന്നുണ്ട്. ഈ 10 വയസ്സുകാരൻ ബാലൻ അത്ഭുതപ്പെടുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് ചാടി രക്ഷപ്പെടുത്തിയിരുന്നെങ്കിലെന്ന്. ഇല്ല, ആർക്കും ഒരനക്കവുമില്ല. ഈ മനുഷ്യൻ വീണ്ടും കൈകാലിട്ട് അടിക്കുകയാണ്. ഒടുവിൽ അവസാനത്തെ തോന്നിപ്പിക്കുന്ന ഒരു കുതിക്കൽ മുകളിലേക്ക് ശ്വാസം മുഴുവൻ ആഞ്ഞു വലിച്ചിട്ട്
അയാൾ പതിയെ നദിയുടെ ആഴങ്ങളിലേക്ക് താഴുകയാണ്. ആ ബാലനും തോന്നി ഇനി അയാൾ പൊങ്ങി വരികയില്ല, തീർന്നു, ഇതയാളുടെ അവസാനമാണെന്ന്. പെട്ടെന്ന് ഈ ബാലൻ്റെ അരികിൽ നിന്നൊരാൾ നദിയിലേക്ക് കുതിച്ചു ചാടുന്നു. അയാൾ നീന്തിത്തുടിച്ച് ഈ മനുഷ്യൻ്റെ അടുത്തെത്തി ഇയാളെ എടുത്ത് തോളത്തിട്ട് ഇയാളുമായി നീന്തി കരയ്ക്കെത്തുകയാണ്. എന്നിട്ട് ഇയാൾ കുടിച്ച വെള്ളമൊക്കെ കളയുന്നു. ഇത് ചെയ്യുകയാണ്. ഇത് കണ്ട അത്ഭുതത്തോടെ ഈ ബാലൻ വന്ന് ഈ മനുഷ്യനോട് ചോദിച്ചു, എങ്കിൽ പിന്നെ ചേട്ടൻ ഇത് നേരത്തെ അങ്ങ് ചെയ്തുകൂടായിരുന്നോ? ചെയ്തുകൂടായിരുന്നോ? പക്ഷേ നലം തികഞ്ഞ ആ കുട്ടനാട്ടുകാരൻ്റെ ഉത്തരം ശരിയായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അയാളുടെ പേശികൾ തളർന്ന് അയാൾ പൂർണ്ണമായും എൻ്റെ തോളിലേക്ക് തളർന്നു വീഴാൻ മാത്രം, അയാളുടെ പേശികളുടെ ബലം കുറയുവാൻ, അയാളുടെ ആവേശം കുറയാനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ദൈവം അങ്ങനെ കാത്തിരിക്കും നമ്മുടെ പേശികളുടെ ബലം കുറയാൻ. നമ്മളിൽ തന്നെ നമ്മൾ ആശ്രയിക്കുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, അതൊന്ന് കഴിഞ്ഞു കിട്ടാൻ. എന്നിട്ട് പൂർണ്ണ ശരണത്തോടെ അവൻ്റെ തിരുനടയിലേക്ക് നമ്മൾ ചെന്ന് വീഴുന്ന ആ നിമിഷത്തിന് വേണ്ടി ചിലപ്പോൾ ദൈവം അങ്ങനെ നിശബ്ദമായി കാത്തിരിക്കും. ഈ കാനാൻകാരിയുടെ കാര്യത്തിലും അത് തന്നെയല്ലേ സംഭവിച്ചത്? അവൾ ആദ്യമൊന്ന് വഴക്കിട്ടൊക്കെ നോക്കി, തർക്കിച്ചൊക്കെ നോക്കി. ഒടുവിൽ ഈശോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതോടുകൂടി അവൾ പൂർണ്ണമായും തളർന്നു. എന്നിട്ട് അവൾ ചോദിക്കുകയാണ്, സമ്മതിച്ചു, ഞാൻ നായയാണ്, നായ്ക്കുള്ളത് താ, മക്കൾക്കുള്ളത് വേണ്ട, നായ്ക്കുള്ളത് തരാനും പറഞ്ഞുകൊണ്ട് ഈശോയുടെ കാൽക്കൽ അവൾ പൂർണ്ണമായും തളർന്നു വീഴുകയാണ്. ഇത്തരം അനുഭവങ്ങളിലൂടെ, ദൈവം കൂടെയില്ലെന്ന് തോന്നിപ്പോകുന്ന അനുഭവങ്ങളിലൂടെ നമ്മളും പ്രിയമുള്ളവരെ കടന്നു പോകും. അത്തരം അനുഭവങ്ങളുടെ നേരത്തും ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുമോ എന്നതാണ് നമുക്കുള്ള ചോദ്യം. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ഈശോ കടലിനെ ശാന്തമാക്കുന്ന ഭാഗം വായിച്ചു കേട്ടിട്ടുണ്ട്. സാമാന്തര സുവിശേഷങ്ങളിലൊക്കെ ഈ ഭാഗമുണ്ട്. അവിടെ എന്താ സംഭവിച്ചത്? ഈശോയും ശിഷ്യന്മാരും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ഈശോ ഈ വഞ്ചിയുടെ അമരത്ത് തലവെച്ച് സുഖമായി ഉറങ്ങുകയാണ്. കടൽ ക്ഷുഭിതമായി, വലിയ തിരമാലകൾ ആഞ്ഞു വീശി. അപ്പോൾ ശിഷ്യന്മാർ പരിഭ്രാന്തരായി. അവർ പറയുന്നു, ഞങ്ങൾ രക്ഷിക്കെന്ന് പറഞ്ഞ് ഈശോയെ തട്ടി വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഈശോ എഴുന്നേറ്റിട്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. എന്നിട്ട് സ്വാഭാവികമായും, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, സ്വാഭാവികമായും ഈശോ ചോദിക്കേണ്ട ചോദ്യം എന്താ? ശിഷ്യന്മാരോട് ചോദിക്കേണ്ട ചോദ്യം എന്താ? എന്തിനാ ഇങ്ങനെ കടന്ന് പേടിക്കുന്നത്? അടുത്തത് എന്താ പറയേണ്ടത്? ഞാനില്ലേ കൂടെ. അതല്ലേ ഈശോ ചോദിക്കേണ്ടിയിരുന്നത്? എന്തിനാ ഇത്രയധികം പരിഭ്രാന്തരാകുന്നത്? ഞാനില്ലേ കൂടെ എന്നല്ലേ ഈശോ ചോദിക്കേണ്ടിയിരുന്നത്? പക്ഷേ ഈശോ ചോദിച്ച ചോദ്യം നിങ്ങൾ കേൾക്കണം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അതായത് ഞാനില്ലേ കൂടെ എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് ഈശോ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അപ്പോൾ വിശ്വാസം എന്താണ്? ഈശോ കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. 2013 ഫെബ്രുവരി മാസം എന്താ സംഭവിച്ചത്? ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? 2013 ഫെബ്രുവരി മാസം ലോകം മുഴുവൻ സ്തബ്ധമായി വത്തിക്കാനിലേക്ക് നോക്കി. എന്താ? ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്യുന്നു. അന്ന് മാർപ്പാപ്പ രാജിവെച്ചിറങ്ങിയപ്പോൾ അതിനു മുമ്പായി വത്തിക്കാൻ സ്ക്വയറിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് നടത്തിയൊരു പ്രസംഗമുണ്ട്. അന്ന് ആ മനുഷ്യൻ വത്തിക്കാൻ്റെ മട്ടുപ്പാവിൽ വന്ന് ദൈവജനത്തെ നോക്കി പറഞ്ഞ വാക്കുകൾ, ഞാൻ മാർപ്പാപ്പ ആയിരുന്ന 5-6 വർഷക്കാലം കാറും കോളും നിറഞ്ഞ കാലമായിരുന്നു. ഈ സഭാവഞ്ചിയിൽ, ഈ നൗകയിൽ ഈശോ ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്.
ഇതാരായി പറയുന്നതെന്നറിയാമോ? 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞൻ, 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞൻ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ജോസഫ് റാറ്റ്സിംഗർ ആണ് പറയുന്നത്. ഈ സഭാ നൗകയിൽ ദൈവമുണ്ടോ എന്ന് പോലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിശ്വാസം മുഴുവൻ തിരികെ പിടിച്ചിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ഇതെൻ്റെയോ നിങ്ങളുടെയോ സഭയല്ല, ഇതെൻ്റെയോ നിങ്ങളുടെയോ സഭയല്ല, ഈശോ തമ്പുരാന്റെ സഭയാണ്. ഈ സഭയെ അവൻ കാത്തുകൊള്ളുമെന്ന് ലോകത്തോട് ഉറപ്പ് പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ പടിയിറങ്ങി പോകുന്നത്. പ്രിയമുള്ളവരെ, ആ വയോധികനായ വിശുദ്ധന്റെ, ആ വലിയ ഇടയന്റെ വിശ്വാസത്തിന്, ശരണത്തിന് ദൈവം കൊടുത്ത ഉത്തരത്തിന്റെ പേരല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പ? ഈ സഭയെ ദൈവം കാത്തുകൊള്ളുമെന്ന് പറഞ്ഞ് പടിയിറങ്ങിപ്പോയ മനുഷ്യന്റെ വിശ്വാസത്തിന്, ദൈവശരണത്തിന് ദൈവം കൊടുത്ത ഉത്തരത്തിന്റെ പേരല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പ? ഇന്ന് കത്തോലിക്ക സഭ പുത്തൻ വസന്തം ആഘോഷിക്കുന്നത് കണ്ടില്ലേ? ദൈവം കൂടെയുണ്ടെന്ന ഉറപ്പിന്റെ പേരാണ്. തക്ക സമയത്ത് അവൻ ഇടപെടുമെന്ന എൻ്റെ ഉറപ്പിന്റെ പേരാണ് വിശ്വാസം. ദൈവം കൂടെയുണ്ടെന്നും തക്ക സമയത്ത് അവൻ ഇടപെടുമെന്ന ഉറപ്പ്. ഉയർപ്പ് തിരുനാളൊക്കെ നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു, ഈസ്റ്റർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈശോ എന്തിനാണ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്? ഉത്തരം പറയാമോ? ഈശോ എന്തുകൊണ്ട് 2-ാം ദിവസം ഉയർത്തെഴുന്നേറ്റില്ല? ഈശോ എന്തുകൊണ്ട് 4-ാം ദിവസം ഉയർത്തെഴുന്നേറ്റില്ല? ഈശോ എന്തുകൊണ്ടാണ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്? എന്തുകൊണ്ട്? വ്യക്തമായ കാരണമുണ്ടതിന്. യഹൂദരുടെ വിശ്വാസമനുസരിച്ച് 3-ാം ദിവസത്തോടു കൂടിയാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത്. 2-ാം ദിവസം വരെയും ഒക്കെ അവർക്ക് പ്രതീക്ഷയുണ്ട്. എന്ത്? ഈ മനുഷ്യൻ ചിലപ്പോൾ ഇനി തിരിച്ചു വന്നേക്കാമെന്ന്. 3-ാം ദിവസത്തോടു കൂടി പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുകയാണ്. ഇനി പ്രതീക്ഷിക്കാൻ വകയൊന്നും ബാക്കിയില്ല. മനുഷ്യന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തീരുന്നിടത്ത് ദൈവം ഇടപെടുന്നത് കണ്ടോ? അതുകൊണ്ടാണ് 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റത്. ബൈബിളിൽ പലയിടങ്ങളിൽ നമ്മൾ 3-ാം ദിവസം കാണുന്നുണ്ട്. എവിടെയൊക്കെയാണെന്ന് പറയാമോ? കാനായിലെ കല്യാണ വിരുന്ന് നടന്ന ദിവസം എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങുന്നു. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. 3-ാം ദിവസം. എന്താണ് 3-ാം ദിവസത്തിന്റെ പ്രത്യേകത? കാന കണക്ക് കൂട്ടലുകൾ തെറ്റിയ ഇടമാണ്. മനുഷ്യന്റെ കണക്ക് കൂട്ടലുകൾ, ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ പ്ലാൻ, മകന്റെയോ മകളുടെ വിവാഹത്തിന് വേണ്ടി കൃത്യമായി കണക്കുകൂട്ടി വീഞ്ഞൊരുക്കി വെച്ചതാണ്. പക്ഷേ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നു. മനുഷ്യന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നിടത്ത് ദൈവം ഇടപെടുന്നത് കണ്ടു. 3-ാം ദിവസം ദൈവത്തിന്റെ ഇടപെടലിന്റെ ദിവസമാണ്. ഇനിയുമുണ്ട് 3-ാം ദിവസം. ഈശോ ലാസറിനെ ഉയർപ്പിച്ചത് 3-ാം ദിവസമാണ്. മനഃപൂർവ്വം ഈശോ കാത്തു നിൽക്കുകയായിരുന്നു 3-ാം ദിവസം വരെ. ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് പോകാം. ഈശോ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, കാത്തിരിക്ക്. എന്നിട്ട് 3-ാം ദിവസമാണ് ഈശോ മർത്തായെയും മറിയത്തെയും കാണാൻ ചെല്ലുന്നത്. ചെന്നപ്പോൾ അവര് പറഞ്ഞു, മർത്തായും മറിയവും പറഞ്ഞു, തമ്പുരാനെ, ഇത് 3-ാം ദിവസമാണ്. ഈ പറഞ്ഞതാണ് കാര്യം. ഇത് 3-ാം ദിവസമാണ്, കഴിഞ്ഞു, പ്രതീക്ഷകളൊക്കെ തീർന്നു എന്ന് പറഞ്ഞ് 3-ാം ദിവസം എന്ന് പറഞ്ഞ് ഈശോയെ തടയാൻ നോക്കുകയാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത്, കല്ലുരുട്ടി മാറ്റ്, കല്ലുരുട്ടി മാറ്റ്. ഇനിയൊരു ജീവിതം ബാക്കിയില്ലെന്ന് ധരിച്ച് കല്ലുരുട്ടി നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ സ്വപ്നങ്ങളെ. കല്ലുരുട്ടി മാറ്റ്. ദൈവം ഇടപെടുന്ന 3-ാം ദിവസമായി ഇടപെടുന്നു. ലാസർ പുറത്തേക്ക് വരുന്നു. ഇതിന്റെ പരിസമാപ്തി എന്ന പോലെ ഈശോയുടെ ഉയർപ്പും 3-ാം ദിവസവും. ഇനി നമ്മൾ വിരലെണ്ണി കാത്തിരിക്കരുത്. 1, 2, 3 ഇടപെട്ടില്ലല്ലോ എന്ന് ചോദിക്കരുത്. ഈ 3-ാം ദിവസം ഓരോരുത്തർക്കും ഓരോന്നാണ്. ദൈവം ഇടപെടുന്ന 3-ാം ദിവസം. ബെത്സയിദയുടെ തീരത്ത്, ബെത്സയിദ കുളക്കരയിൽ തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന മനുഷ്യന് ദൈവം ഇടപെടുന്ന 3-ാം ദിവസം 38-ാമത്തെ വർഷമായിരുന്നു. അഗസ്തിനോസിന്റെ അമ്മ മോണിക്ക പുണ്യവതിക്ക് ദൈവം ഇടപെട്ടത് 33-ാമത്തെ വർഷമാണ്. ഓരോരുത്തർക്കും ഓരോന്നാണ് ഈ 3-ാം ദിവസം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എന്ത്? ദൈവം കൂടെയുണ്ടെന്നും
ദൈവം കൂടെയുണ്ടെന്നും അവൻ എൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. പ്രിയമുള്ളവരെ, ഈ കാലത്ത് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ അത്ഭുതം ദൈവ വിശ്വാസിയായിരിക്കുക എന്ന അത്ഭുതമാണ്. ശരിക്കും അങ്ങനെയാണ്. ഈ കാലത്ത് ഒരാൾ ദൈവവിശ്വാസിയാണെന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. വിശ്വാസിയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് മഹാത്ഭുതം. എന്താ കാര്യം? വിശ്വാസത്തിനെതിരെ ശക്തികളേറുമ്പോൾ, വിശ്വാസിക്ക് ജീവിതം അനുദിനം ദുസ്സഹമായി മാറുമ്പോൾ, അപ്പോഴും ഞാനൊരു വിശ്വാസിയാണെന്ന് പറയാൻ കഴിയുക, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുവാൻ കഴിയുക, അതാണ് ദൈവവിശ്വാസം. ദൈവം കൂടെ ഉണ്ടെന്ന് തോന്നുന്ന നേരത്ത്, എല്ലാം നന്നായി പോകുന്ന നേരത്ത് ദൈവത്തിൽ വിശ്വസിക്കാൻ എളുപ്പമാണ്. നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഉത്തരം കിട്ടുന്നില്ല, ദൈവം തന്നെ ശത്രുപക്ഷത്ത് കാനാൻകാരിയെ പോലെ. അപ്പോഴും പറയാൻ കഴിയുമോ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന്? പ്രിയമുള്ളവരെ, സിറിയയിലും മറ്റും കഴുത്തിനു നേരെ കത്തിവെക്കുമ്പോഴും അവിടെ നിന്നുകൊണ്ടും എൻ്റെ കർത്താവ് തമ്പുരാനിൽ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിൽ നിന്ന് അണുവിട ചലിക്കുകയില്ലെന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടെ മരണത്തെ പുൽകുന്ന ജീവരക്തസാക്ഷികളുണ്ടല്ലോ, ധൈര്യത്തോടെ വിശ്വാസം ഏറ്റുപറയുന്നവർ. അവരല്ലേ ഈ കാലത്തെ വലിയ അത്ഭുത പ്രവർത്തകർ. ഞാൻ കണ്ടിട്ടുണ്ട് അത്തരം മനുഷ്യരെ. കുട്ടനാട്ടുകാരനാണെന്ന് പറഞ്ഞല്ലോ. കുട്ടനാട്ടുകാരുടെ പ്രധാന ജീവിത മാർഗം നെൽകൃഷിയാണ്. സമുദ്രനിരപ്പിന് താഴെയുള്ളൊരു സ്ഥലത്ത് ചുറ്റും ബണ്ട് കെട്ടി കൃഷി ചെയ്ത് അധ്വാനിച്ചു ദൈവത്തെ വിളിച്ചിറക്കി ജീവിക്കുന്ന മനുഷ്യർ. അങ്ങനെ പ്രതീക്ഷയോടെ വിത്തിറക്കി നെൽച്ചെടി വളർന്ന് കൊയ്ത്തിന് പാകമാകുമ്പോഴായിരിക്കും മട വീണ് ഇത് മുഴുവൻ അങ്ങ് തകർന്നു പോകുന്നത്. തീർന്നു, പ്രതീക്ഷ തീർന്നു. ഇനി ഒരു വർഷത്തേക്ക് വറുതിയാണ് കുടുംബത്തിൽ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ബന്ധുക്കളെയൊക്കെ ഇങ്ങനെ മട വീണ് കൃഷി മുഴുവൻ 3-4 മാസത്തെ അധ്വാനം മുഴുവൻ ഇങ്ങനെ വെള്ളത്തിൽ ഒലിച്ചു പോകുമ്പോഴും ചുവടൊന്നു തെറ്റാതെ നേരെ നിന്ന് വീട്ടിലേക്ക് വന്ന് കയറി മക്കളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വിളിച്ചു നിർത്തിയിട്ട് തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ ഒരു തിരി കത്തിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് ഈ കുടുംബം മുഴുവൻ, ഈ കുടുംബനാഥനും ഭാര്യയും മക്കളും സഹോദരങ്ങളും ഒക്കെ ഒരുമിച്ച് നിന്ന് ചെല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്? സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവിടുത്തെ പുത്രനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, സത്യസഭയിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് അവിടെ നിന്നുകൊണ്ടും വിശ്വാസം ഏറ്റുപറയുന്ന മനുഷ്യരെ കഴിയുമോ നിനക്ക്? നിന്റെ ജീവിത പങ്കാളി അവിശ്വസ്തത കാട്ടുമ്പോൾ, മക്കള് തോന്നിയ വഴിക്ക് നടന്നു പോകുമ്പോഴും, മക്കൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാതെ വരുമ്പോഴും, മക്കൾക്ക് പഠിച്ചിറങ്ങിയിട്ടും ജോലി കിട്ടാതെ വരുമ്പോഴും, നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാതെ വരുമ്പോഴും, പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടാതെ ദൈവം എവിടെയോ മറഞ്ഞിരുന്ന് എന്നോട് സാറ്റ് കളിക്കുകയാണെന്ന് തോന്നുമ്പോഴും, അവിടെ നിന്നുകൊണ്ടും എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ കഴിയുമോ? അപ്പോഴാണ് നീ ഒരു യഥാർത്ഥ ദൈവവിശ്വാസിയായി തോന്നുന്നത്. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസത്തിൻ്റെ അടുത്ത ഘട്ടമാണ്. വലിയ പ്രാർത്ഥനകളും വലിയ ബഹളങ്ങളും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ അല്പനേരത്തേക്ക് ഫ്രീസ് ചെയ്തിട്ട് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായും അങ്ങ് വിട്ടുകൊടുക്കുവാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും നമുക്ക് ചില സമയങ്ങളിൽ. ഞാൻ ഫിലോസഫി പഠിച്ച കാലത്ത് 2 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ദൈവവുമായുള്ള ബന്ധത്തിൽ 2 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച്. ഒന്ന് മർക്കടന്യായ സ്പിരിച്വാലിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. 2 മാർജാര ന്യായ. മർക്കടന്യായയും മാർജാര ന്യായയും. ആരാണ് മർക്കടൻ? മർക്കടൻ കുരങ്ങാണ്. മർക്കടൻ കുരങ്ങാണ്. അതായത് ഈ അമ്മ കുരങ്ങും കുഞ്ഞിക്കുരങ്ങും കൂടെ പോകുന്ന രീതി, ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ഈ അമ്മ കുരങ്ങും കുഞ്ഞിക്കുരങ്ങും കൂടി ചാടി ഓടി പോകുമ്പോൾ എങ്ങനെയാണ് ഈ കുഞ്ഞുകുരങ്ങ് അമ്മ കുരങ്ങിനോട് ചേർന്നിരിക്കുന്നത്? ഈ കുഞ്ഞിക്കുരങ്ങ് അമ്മക്കുരങ്ങിൻ്റെ വയറ്റിലേക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അള്ളിപ്പിടിച്ചിരിക്കണം. മുഴുവൻ എഫേർട്ടും എടുക്കേണ്ടത് ആരാണ്? ഈ കുഞ്ഞുകുരങ്ങാണ്. അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ ഈ അമ്മ ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ഇങ്ങനെ ചാടി പോകും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ അങ്ങനെയാണ് താനും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ. എങ്ങനെയാണ്?
നമ്മളായിട്ട് മുഴുവൻ എഫേർട്ടും എടുത്തിട്ട് ദൈവത്തോട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അത് പ്രാർത്ഥന കൊണ്ടും കഠിനമായ തപശ്ചര്യകൾ കൊണ്ടും ഒക്കെ ദൈവത്തോട് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കാൻ നമ്മൾ കിടന്നങ്ങ് കഷ്ടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ആത്മീയതയുടെ ആദ്യ ഘട്ടമേ ആകുന്നുള്ളൂ. ഇതിനപ്പുറത്തൊന്നുണ്ട്, ഉപരിതലമുണ്ട്, ഒരു വളർച്ചയുടെ ഘട്ടമുണ്ട്. അതാണ് മാർജാര ന്യായ. മാർജാര ന്യായയിൽ എന്താണ് സംഭവിക്കുന്നത്? ആരാണ് മാർജാരൻ? മാർജാരൻ പൂച്ചയാണ്. എന്താണ് മാർജാര ന്യായയിൽ സംഭവിക്കുന്നത്? മാർജാര ന്യായയിൽ ഈ അമ്മപ്പൂച്ച കുഞ്ഞിപ്പൂച്ചയെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അതെങ്ങനെയാണ്? കുഞ്ഞിപ്പൂച്ച ഒന്നും ചെയ്യണ്ട, അതവിടെ ചുമ്മാ കിടന്നു കൊടുത്താൽ മാത്രം മതി. അമ്മപ്പൂച്ച ഇങ്ങനെ വന്ന് ഈ കുഞ്ഞിപ്പൂച്ചയെ ഇങ്ങനെ കമ്മി എടുത്തിട്ട് മുന്നോട്ട് പോകും. കുഞ്ഞിപ്പൂച്ച ചുമ്മാ കിടന്നു കൊടുക്കുക. ഇത് ആത്മീയതയുടെ അടുത്ത ഘട്ടമാണ്. ദൈവത്തിനായി പൂർണ്ണമായും ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ചുമ്മാ അങ്ങ് നിന്നു കൊടുത്താൽ മാത്രം മതി. ദൈവത്തിന് വേണ്ടി പൂർണ്ണമായും ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ചുമ്മാ അങ്ങ് നിന്നു കൊടുക്കുക. ദൈവം തമ്പുരാൻ നമ്മളെ ഇങ്ങനെ കോരിയെടുത്ത് കൊണ്ടുപോകുന്ന സുന്ദര അനുഭവം നമുക്കുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഏത് വിഷമങ്ങളിലും നമ്മൾ പറയും, എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളുമെന്ന്. കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ പാട്ടുപോലെ ഏറെ കേട്ടിട്ടുണ്ട് നമ്മൾ. മകൻ മരിച്ചു കിടക്കുമ്പോഴും അയാൾ പാടുന്നു, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടും ഞാൻ. പ്രിയമുള്ളവരെ, കാനാൻകാരിയിൽ പറഞ്ഞു തുടങ്ങിയതാണ് നമ്മൾ. കാനാൻകാരിയിൽ നമ്മൾ പറഞ്ഞു, ദൈവം തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? പക്ഷെ തിരിച്ചറിയണം, ദൈവം കാത്തിരിക്കുകയാണ്. നമ്മുടെ പേശികൾ തളർന്ന് നമ്മുടെ ആവേശമൊക്കെ തീർന്ന് പൂർണ്ണമായും നമ്മുടെ ആശ്രയത്തിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക് നമ്മൾ മാറാനായി ദൈവം കാത്തിരിക്കുകയാണ്. എന്താണ് വിശ്വാസം? കടലിനെ ശാന്തമാക്കിയവൻ ചോദിച്ചില്ലേ, വിശ്വാസമില്ലേ നിങ്ങൾക്ക്? ദൈവം കൂടെയുണ്ടെന്ന ഉറപ്പാണ് വിശ്വാസം. ബെനഡിക്ട് മാർപ്പാപ്പയുടെ വിശ്വാസം നമ്മൾ കണ്ടതാണ്. ഈ ദൈവം തക്ക സമയത്ത് ഇടപെടുമെന്ന ഉറപ്പാണ്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം ഇടപെടുന്ന ഒരു 3-ാം ദിവസം നമ്മുടെ ജീവിതത്തിലും വരും. ഓരോരുത്തർക്കും അത് ഓരോന്നായിരിക്കും. ക്ഷമയോടെ പരിഭ്രാന്തരാകാതെ കാത്തിരിക്കുക. ദൈവം ഇടപെടുന്ന 3-ാം ദിവസം വരുമെന്ന് ഓർക്കുക. മർക്കട ന്യായയും മാർജാര ന്യായയും ഓർക്കുക. മർക്കട ന്യായ കടന്ന് നമുക്ക് മാർജാര ന്യായയിലേക്ക്, ദൈവത്തിൻ്റെ കൈവെള്ളയിൽ നമ്മളെ കൊണ്ടു നടക്കുന്ന സുന്ദരാനുഭവത്തിലേക്ക് നമുക്കും വളരേണ്ടേ. ജീവിതത്തിലേറെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, തകർന്നു പോയെന്ന് തോന്നുന്നെങ്കിൽ ഓർക്കുക, പറഞ്ഞു പഠിപ്പിക്കുക സ്വയം, എന്ത്? ദൈവം ഇടപെടുന്ന 3-ാം ദിവസം വരും. ചുറ്റുമുള്ളവർ നിരാശരായും കണ്ണീർ വാർത്തും ഇരിക്കുകയാണെങ്കിൽ അടുത്തു ചെന്ന് തോളത്ത് തട്ടിപ്പറയണം, ദൈവം ഇടപെടും, 3-ാം ദിവസം വരിക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.